അത് എനിക്ക് ഞരമ്പിൻ്റെ രോഗം ഉണ്ടായി പോയിട്ട് ടാബ്ലറ്റ് എടുക്കുന്നു. അന്നങ്ങനെ എൻ്റെ മോനെ അയച്ച് ഞാൻ ടാബ്ലറ്റ് കൊടുന്ന് രാത്രി ഞാൻ കഴിച്ച് കിടന്ന് രാവിലെ എനിക്ക് എണിക്കാൻ പറ്റുന്നില്ല. ഒരു തല കറങ്ങിയിട്ട് ഒരു അസ്വസ്ഥത പോലെ. അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞ് പുരയിലും പറഞ്ഞിട്ടാകുമ്പോൾ അത് ടാബ്ലറ്റിൻ്റെ എന്തോ എന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ അന്ന് കിടന്നത് തന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറിൽ കഴിച്ചിട്ട് എനിക്കിങ്ങനെ ഛർദ്ദിച്ച് ഞാൻ ടാബ്ലറ്റിൻ്റെ ഇതാന്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഛർദ്ദിച്ചിട്ട് നോക്കുമ്പോൾ മക്ക നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് ഇത് നിങ്ങൾ കഴിക്കുന്ന ടാബ്ലറ്റ് അല്ല ഇത് വെറുതെ അന്ന് മാറിപ്പോയിന്. ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർക്ക് ഇങ്ങനെ ഇത് അയച്ചു കൊടുക്കും പറഞ്ഞ് ഞാൻ തന്ന ടാബ്ലറ്റ് അല്ല ഇത് വെറുതെ അന്ന്. പിന്നെ ഞാൻ മെഡിക്കലിലേക്ക് പോയി ഈ ടാബ്ലറ്റിനെ ഇതാക്കാൻ. അപ്പോൾ പറഞ്ഞ് ഇതന്നെ നിങ്ങൾക്ക് തന്നത് പിന്നെ വെറുതെ ഒരു പുച്ചിക്കും പോലെ അന്ന് ആയത്. മോന് പറഞ്ഞതല്ല അത് വേറെ തന്നെ ടാബ്ലറ്റ് എന്ന് വീണായതുകൊണ്ട് ഞാൻ മെഡിക്കലിൽ പോയിട്ടാകുമ്പോൾ അവരറിഞ്ഞ് ഞമ്മ തന്നതല്ല ഇത്. അപ്പോൾ എൻ്റെ മോന് പറഞ്ഞ് ഞാൻ തന്നത് തന്നെ ബില്ല് കൊണ്ടാണ്. ബില്ല് തരത്തില്ല അവർ നമുക്ക്. ഇവന് ഗൂഗിൾ പേ ആക്കിയത് നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ സമ്മതിച്ചതാണ് നമ്മളടുത്ത്. പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായി, ഒന്നും സംസാരിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പുരയിൽ വന്നിട്ട് എൻ്റെ ഡോക്ടർക്ക് ഞാൻ കാണിക്കുന്ന ഡോക്ടർക്ക് വിളിക്കുമ്പോൾ അവർ പറഞ്ഞ് ഇത് നിങ്ങൾ കഴിക്കുന്ന ടാബ്ലറ്റ് അല്ല, നിങ്ങൾ വേഗം പോയിട്ട് ഗ്ലൂക്കോസ് ഇട്ടോ, പിന്നെ വേറൊന്നും വയ്യില്ല ഇതിനെന്ന് പറഞ്ഞ്. ഞാൻ മെഡിക്കൽ പറയുമ്പോൾ ഒരു പുച്ഛിച്ചതാണ്, നമ്മളോട് കളിയാക്കി ചിരിച്ചതാണ്. ഇത് ഞാൻ വിറ്റിട്ടാണ് പോയത്. ഇപ്പം വയ്യ ഞാനെല്ലാം അറിഞ്ഞു നോക്കുമ്പോഴല്ല അവർ വിറ്റിട്ട് കൈമാറിയിട്ട് വേറെ ആൾക്ക് കൊടുത്തിട്ടാണ് ഉള്ളത്. എനിക്ക് ഭയങ്കര പ്രശ്നമായില്ല. ഞാനൊരു യൂട്രസ് എടുത്ത പേഷ്യൻ്റാണ്. എനിക്കിങ്ങനെ നിൽക്കാനും ഇരിക്കാനൊന്നും കഴിയാതെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ്. ഇങ്ങനത്തെ അനുഭവം ആർക്കും ആവണ്ട ഇനി. എല്ലാ മെഡിക്കലും ഇല്ലേ യോറല്ലേ ഇങ്ങനെ ആക്കി നമ്മൾ വിട്ടത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരികിരൺ ബംഗേര, പ്രസിഡൻറ്റ് IMA കാസർഗോഡാണ്. ഒരു പ്രിസ്ക്രിപ്ഷൻ്റെ കാര്യത്തിലൊരു പരാതി വന്നായിരുന്നു. പ്രിസ്ക്രിപ്ഷന് ഡ്രഗ് മാറിയിട്ടൊരു പേഷ്യൻറ്റ് അസ്വസ്ഥയായിരുന്നു. ഇതിൽ ഫാർമസിക്കാരുടെയും ഡോക്ടറുടെ രണ്ടുപേരുടെയും തെറ്റുണ്ട്. ഫാർമസിക്കാരുടെ തെറ്റെന്ന് വെച്ചാൽ ഡൗട്ട് വന്ന പാട് വായിക്കാൻ പറ്റാതെ മെഡിസിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ മറ്റേ ഡോക്ടർ വിളിച്ച് ചോദിക്കണമായിരുന്നു. അയാൾ ചോദിച്ചാൽ പ്രശ്നങ്ങൾ ആവില്ലായിരുന്നു. പിന്നെ ഡോക്ടർ സൈഡിൽ നിന്നായാൽ ഇങ്ങനത്തെ പരാതി കുറേ സമയമായിട്ട് വന്നുകൊണ്ടുണ്ട്. വായിക്കാൻ പറ്റുന്നില്ല പ്രിസ്ക്രിപ്ഷൻ, അതുകൊണ്ട് ബ്ലോക്ക് ലെറ്റേഴ്സിൽ അല്ലെങ്കിൽ പ്രിൻറ്റഡ് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കണമെന്നുണ്ട്. പിന്നെ IMA നിലയിൽ ഞങ്ങൾ അതിൻ്റെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് ആ കാര്യം നോക്കുന്നുണ്ട്. പിന്നെ എല്ലാ ഹോസ്പിറ്റലിലേക്ക് ഒരു നോട്ടീസ് അയക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതല്ലാതെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പർട്ടിക്കുലർലി ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് പ്രിൻറ്റഡ് പ്രിസ്ക്രിപ്ഷനായിട്ട് വരും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കോടതികളെല്ലാം നേരത്തെ പറഞ്ഞിട്ടില്ലേ, കൃത്യമായിട്ട് അവർ വായിക്കാൻ അറിയുന്ന രീതിയിൽ? അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഉണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് എത്താൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും അങ്ങനെ ഫാസ്റ്റ് എഴുതി കുറേ പേഷ്യൻ്റെ തിരക്കിലായിരിക്കും. അങ്ങനെ ഒരു ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതാനുള്ള ഒരു സമയവും ഇല്ല. അത്ര പേഷ്യൻ്റ് തിരക്കിൽ അത്ര അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ ഹോസ്പിറ്റലിലെ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ആയിക്കൊണ്ടുണ്ട്, ഇങ്ങനെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് പ്രിസ്ക്രിപ്ഷൻ വരുന്ന ഒരു കാര്യത്തിൽ. അതേപോലെ IMA ഞാൻ മീറ്റിങ്ങിൽ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഈ കാര്യത്തിൽ ഇടപെടാം. പിന്നെ എല്ലാവർക്കും IMA ഇങ്ങനെ നോട്ടീസ് അയക്കുന്ന ഇൻഫർമേഷൻ കൊടുക്കുന്ന ഏർപ്പാടാക്കാം. പിന്നെ ഹോസ്പിറ്റലിനടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് കൂടുതലും കൊടുക്കുന്നത്. അപ്പം വേറെ ഒരു മെഡിക്കലിലേക്ക് പോകുമ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടുതൽ. അതെ, വേറെ ഒരു മെഡിക്കലിൽ പോകുമ്പോഴേക്കാണ് ഇങ്ങനെ ഇവിടെ തിരക്ക് കൂടുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് അടുത്ത മെഡിക്കലിലേക്ക് പോകും. അതാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ നീതിയായിട്ട് ഒരേ രീതിയിൽ ഇങ്ങനെ വായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Thank you.